എല്ലാവർക്കും നമസ്കാരം. ഹിസ്റ്ററി ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഡൂംസ് ഡേ എന്ന് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ മതവിശ്വാസം അനുസരിച്ച് ലോകം അവസാനിക്കുന്ന ദിവസമാണ് ഡൂംസ് ഡേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ സ്ഥാപിച്ചിട്ടുള്ള ഡൂംസ് ഡേ ക്ലോക്കിനെ കുറിച്ചാണ്. ഈ ലോകം അവസാനിക്കാൻ, അതായത് ഹ്യൂമാനിറ്റി ഇല്ലാതാവാൻ, ഒരു കറ്റാസ്ട്രോഫി, ഫൈനൽ കറ്റാസ്ട്രോഫി ഉണ്ടാവാൻ ഇനി എത്ര സമയം ബാക്കിയുണ്ട് എന്ന് സിംബോളിക്കായി സൂചിപ്പിക്കുന്ന ഒരു ക്ലോക്കാണ് ഡൂംസ് ഡേ ക്ലോക്ക്. ഡൂംസ് ഡേ ക്ലോക്കിൽ പാതിരാത്രിയാണ് ദി എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള നിലയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ജനുവരി മാസത്തിലാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ഈ ക്ലോക്കിലെ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഡൂംസ് ഡേ ക്ലോക്കിൽ ഈ പാതിരാത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ ഈ സമയം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. മിഡ് നൈറ്റിലേക്ക് ഇനി വെറും 89 സെക്കൻഡുകൾ മാത്രമാണ് ഉള്ളത്. ഈ ഡൂംസ് ഡേ ക്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും അടുത്ത സമയം, അതായത് മിഡ് നൈറ്റിന് ഏറ്റവും അടുത്ത സമയമാണ് 2025 ജനുവരിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള 89 സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം ഈ ഡൂംസ് ഡേ ക്ലോക്ക് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ വെല്ലുവിളികളാണ് ലോകം നേരിടുന്നത് എന്നതാണ്. അതായത് ആണവായുധ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ഒപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ, AI ഉൾപ്പെടെയുള്ളവ, അവ എല്ലാം ചേർന്ന് ഏറ്റവും വലിയ ഒരു ത്രെട്ടാണ് ഹ്യൂമാനിറ്റിക്ക് ഈ വർഷം വന്നിരിക്കുന്നത് എന്നാണ് ഈ ഡൂംസ് ഡേ ക്ലോക്കിലെ ഈ ഏറ്റവും അടുത്ത സമയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആരാണ് ഈ ഡൂംസ് ഡേ ക്ലോക്ക് തയ്യാറാക്കുന്നതിന് പിന്നിൽ? ഡൂംസ് ഡേ ക്ലോക്ക് ഒരു കൂട്ടം അമേരിക്കൻ ആണവ ശാസ്ത്രജ്ഞരുടെ സൃഷ്ടിയാണ്. ഈ ആണവ ശാസ്ത്രജ്ഞരെല്ലാം അമേരിക്കയുടെ അണുബോംബ് നിർമ്മാണ പ്രൊജക്റ്റായ മാൻഹാട്ടൻ പ്രൊജക്റ്റിൽ സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തികളായിരുന്നു. മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന പല ശാസ്ത്രജ്ഞർക്കും അമേരിക്കൻ ഗവൺമെൻറ് അണുബോംബ് നിർമ്മിക്കുകയാണെന്നും അത് ജപ്പാനുമായുള്ള യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിക്കുമെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ തങ്ങളുടെ പരീക്ഷണങ്ങൾ ഇത്തരത്തിൽ ആണവായുധം എന്നുള്ള നിലയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പല ശാസ്ത്രജ്ഞരും അതിശക്തമായതിനെ എതിർക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കത്തെഴുതുകയും ചെയ്തു. ജപ്പാനിൽ അണുബോംബ് പരീക്ഷിക്കരുതെന്നും പകരം ആളില്ലാത്ത ദ്വീപിൽ അണുബോംബ് പരീക്ഷിച്ചുകൊണ്ട് ആ ദൃശ്യം ചൂണ്ടിക്കാട്ടി ജപ്പാനെ ഭീഷണിപ്പെടുത്തിയാൽ മതി എന്നുള്ള നിലയിൽ വരെ ഈ ശാസ്ത്രജ്ഞർ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് നമുക്കെല്ലാം അറിയുന്നത് പോലെ ജപ്പാനിൽ അമേരിക്ക അണുബോംബ് പരീക്ഷണം നടത്തുകയും അതിൻ്റെ ഹൊറർ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും ചിന്തിക്കുന്ന മനുഷ്യരെയും മനുഷ്യസ്നേഹികളെയൊക്കെ വേദനിപ്പിക്കുകയും ചെയ്തു. തങ്ങളുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ മാൻഹാട്ടൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിരുന്ന ശാസ്ത്രജ്ഞർ പുതിയ ചില ആശയങ്ങൾക്കും പുതിയ പ്രസ്ഥാനങ്ങൾക്കും രൂപം കൊടുക്കുന്നത്. അങ്ങനെ ഇവർ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയൻറ്റിസ്റ്റ് എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകുകയുണ്ടായി. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ അവ മാനവരാശിക്കെതിരായി ഉപയോഗിക്കുന്ന നിലപാടുകൾ, പ്രവർത്തനങ്ങൾ, അതിനെതിരായിട്ടെല്ലാം വാണിംഗ് നൽകുക, അതിനെതിരായി പ്രവർത്തിക്കുക, ക്യാമ്പയിൻ നടത്തുക, ഇതൊക്കെയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഈ ബുള്ളറ്റിൻ ഓഫ് ദി ആറ്റോമിക് സയൻറ്റിസ്റ്റ്, ഈ സംഘടനയുടെ സ്ഥാപകരായിട്ടുണ്ടായിരുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ, റോബർട്ട് ഓപ്പൺഹൈമർ, ലിയോ സിലാർഡ്, ജെയിംസ് ഫ്രാങ്ക് തുടങ്ങിയ പ്രസിദ്ധരായ ആണവ ശാസ്ത്രജ്ഞരായിരുന്നു. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ 1947 ഈ ഡൂംസ് ഡേ ക്ലോക്ക് സൃഷ്ടിക്കുന്നത്. ഈ ഡൂംസ് ഡേ ക്ലോക്ക് ഡിസൈൻ ചെയ്തത് മാർട്ടിൻ ലാങ്സ്ഡോർഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഈ സംഘടനയിലെ അംഗവുമായിരുന്നു. മാനവരാശി നേരിടുന്ന വെല്ലുവിളിയുടെ തീവ്രതയനുസരിച്ച് ഈ ഡൂംസ് ഡേ ക്ലോക്കിലെ സമയം സെറ്റ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും ജനുവരിയിൽ ഇവരുടെ ഒരു ജേണലിലെ കവറിൽ ഈ ക്ലോക്കിൻ്റെ ഇല്ലുസ്ട്രേഷൻ നൽകുമായിരുന്നു. നിലവിൽ ഈ ജേണലിൻ്റെ അച്ചടി നിർത്തിയിരിക്കുകയാണ്, പകരം ഓൺലൈനായിട്ട് ലഭ്യമാണ്. അതുപോലെ തന്നെ ലൈവായിട്ടും ഇവർ എല്ലാ വർഷവും ജനുവരിയിൽ ഈ ഡൂംസ് ഡേ ക്ലോക്കിലെ സമയം ലൈവായി സെറ്റ് ചെയ്ത് കാണിക്കാറുമുണ്ട്. ഈ ക്ലോക്ക് സൃഷ്ടിക്കപ്പെട്ട 1947 മുതൽ 2007 വരെ പ്രധാനമായും ലോകം നേരിടുന്ന ആണവ ഭീഷണിയുടെ തോതിനനുസരിച്ചിട്ടാണ് ഈ ക്ലോക്കിലെ സമയം സെറ്റ് ചെയ്തിരുന്നത്. എന്നാൽ 2007 ശേഷം പുതിയ ചില വെല്ലുവിളികളും ഇവർ കണക്കിലെടുക്കുകയുണ്ടായി. നിലവിൽ കാലാവസ്ഥാ വ്യതിയാനം, ആണവ വ്യാപനം, അതുപോലെ തന്നെ പുതിയ സാങ്കേതിക വിദ്യകളുടെ ആവിർഭാവം, AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ, ഈ 3 കാര്യങ്ങളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് അവയുടെ ത്രെഡ്സ് എത്രത്തോളമാണ് ലോകത്തിനുള്ളത്,
എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ടൈം സെറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പാതിരാത്രിയാണ് ഇവരുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അതായത് ഡൂംസ്ഡേ ക്ലോക്ക് പാതിരാത്രി എത്തുന്നതോട് കൂടിയിട്ട് അത് എൻഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ളതാണ്. അതിൽ നിന്ന് എത്രത്തോളം സമയം പിന്നോട്ട് പോകുന്നോ അത്രത്തോളം നമ്മൾ സേഫാണ് എന്നുള്ളതാണ്. എന്തായാലും 2025 എന്ന് പറയുന്നത് ഈ പാതിരാത്രി സമയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വർഷമാണ്. അതായത് ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടം. വെറും 89 സെക്കൻഡ് മാത്രമാണ് ഇനിയുള്ളത്. ഇനി ഡൂംസ്ഡേ ക്ലോക്ക് ഏറ്റവും പിന്നോട്ടായിരുന്ന വർഷം എന്ന് പറയുന്നത് 1991 17 മിനിറ്റ് പിന്നിലായിരുന്നു. ഈ 17 മിനിറ്റ് പിന്നിലേക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള അന്നത്തെ കാരണം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ ഒരു സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റിയിൽ ഒപ്പിടുകയുണ്ടായി എന്നുള്ളതാണ്. അതായത് വലിയ യുദ്ധഭീഷണി ഒഴിവാകുന്നൊരു സാഹചര്യം ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 17 മിനിറ്റ് എന്നൊരു സമയത്തിലേക്ക് അന്ന് ക്ലോക്ക് സെറ്റ് ചെയ്തത്. ഈ ഡൂംസ്ഡേ ക്ലോക്കിലെ ടൈം സെറ്റ് ചെയ്യുന്നത് പലതരത്തിലുള്ള കൺസൾട്ടേഷനും ശേഷമാണ്. അതിൽ 9 നോബൽ സമ്മാന ജേതാക്കൾ ഉൾപ്പെട്ട ഒരു സയൻസ് ആൻഡ് സെക്യൂരിറ്റി ബോർഡാണ് അന്തിമമായിട്ട് ഈ ടൈം എത്രയായി സെറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ഡൂംസ്ഡേ ക്ലോക്കിലെ സമയം ഇനിയും മുന്നോട്ട് പോകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.